ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗ്ലോബൽ വില്ലേജിന്റെ ഒരു സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വീഡിയോയിലും നിങ്ങൾ കാണാൻ കൊതിക്കുന്ന രീതിയിലുള്ള പല ദൃശ്യാനുഭവങ്ങളും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. അതേപോലെ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അടുത്തായിട്ട് നമ്മൾ കയറാൻ പോണത് KS അഥവാ സൗദി അറേബ്യയുടെ പവലിയനാണ്. ഇവിടെ മെയിനായിട്ട് ഡേറ്റ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഡേറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലുപ്പത്തിലുള്ള നല്ല കളറിൽ 2-3 ടൈപ്പ് കളറിലൊക്കെ ഡേറ്റ്സുകൾ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡേറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്നതും ഏറ്റവും നല്ല ഡേറ്റ്സും സൗദി അറേബ്യയുടെയാണ്. ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ മറ്റുള്ള പവലിയനെ പോലെ തന്നെയാണ്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. അടുത്ത നമ്മൾ കയറാൻ പോണത് പലസ്തീന്റെ പവലിയനാണ്. പലസ്തീനിലേക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം. ഇവിടെ മെയിനായിട്ട് ഡ്രസ് ഐറ്റംസ്, അതേപോലെ ചില സുഗന്ധ വ്യഞ്ജനങ്ങള്, അതേപോലെ കുറെ പൊടികൾ കാണുന്നുണ്ട്. പിന്നെ കുറെ മെയിനായിട്ട് ഡ്രസ് ഐറ്റംസ് തന്നെ ഉള്ളൂ, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണാനില്ല. അടുത്തായിട്ട് നമ്മൾ കയറാൻ പോകുന്നത് ചൈനയുടെ പവലിനാണ്. ചൈനയുടെ പവലിനായതുകൊണ്ട് എന്തായാലും വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല റെഡിഷ് ആയിട്ടാണ് ഓരോരോ സ്റ്റോറുകളൊക്കെ കാണുന്നത്. ഇവിടെ മെയിനായിട്ട് കാണുമ്പോൾ ഡ്രസ് ഐറ്റംസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഐലാഷസിന് മാത്രമായിട്ട് തന്നെ ഒരു ഷോപ്പ് കാണുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് കുറെ പ്ലേറ്റ്, അതുപോലെ ഫാൻസി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് കാണുന്നുണ്ട്. അതേപോലെ നല്ല ടോയ്സ് ഒക്കെ കാണുന്നുണ്ട്. ഇത് കൂടാതെ മൊബൈലിന്റെ കവറുകളൊക്കെ ലഭ്യമാണ്. അതേപോലെ പ്ലാസ്റ്റിക്കിന് ഒക്കെ പൂവുകൾ, അതുപോലെ നല്ല ഭംഗിയുള്ള ഓരോരോ ഡിസൈൻസ് സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇത്രയൊക്കെയുള്ളൂ ചൈനയിൽ മെയിനായിട്ട്. അടുത്ത നമ്മൾ പോകാൻ പോണത് ഒമാന്റെ പവലിയനാണ്. ഒമാന്റെ പവലിലേക്ക് നമുക്ക് കയറി നോക്കാം. ഇതിനുള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഊതിന്റെ നല്ല സ്പ്രേകൾ കാണാം. അതേപോലെ നല്ല സ്മെല്ലൊക്കെയുള്ള കുന്തിരിക്കങ്ങൾ കാണാം. പിന്നെ ഒമാനി ഹലുവ, ഇതുകൂടാതെ ഒമാനി കലാകാരന്മാരുടെ പാട്ടുകളൊക്കെ കേൾക്കാം. ഈ പാട്ട് കേൾക്കാനായിട്ട് നല്ല രസമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ലൈവ് പെർഫോമൻസ് ആയതുകൊണ്ട് കുറച്ചു നേരം ഞങ്ങളിത് ആസ്വദിച്ചു. ഇവിടെ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം, ഒരു ഒമാനി ലൈവായിട്ട് ഹലുവ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒമാനി ഹലുവ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും, കാരണം അത്ര ടേസ്റ്റ് ആണ് അത് കഴിക്കാനായിട്ട്. ഇതുകൂടാതെ എയർ ടൈറ്റിൽ പാക്ക് ചെയ്ത ഫ്രൂട്ട്സ്, അതേപോലെ കുന്തിരിക്കും പോലെ സ്മെല്ലിന് പോക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള ഓരോ ഐറ്റംസ് ഒക്കെ ഇത്രയുള്ള ഒമാനിയൻ പവലിയനിൽ സ്പെഷ്യൽ ആയിട്ടൊക്കെ. ബാക്കിയുള്ള മറ്റുള്ള പവലിയനെ പോലെ തന്നെ സെയിം തന്നെയാണ്. ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് വലിയ ഒരു വാഷ്റൂം ഒക്കെ കാണാം. ഇത് ലേഡീസിന്റെ ആണ്. ഇതേപോലെ തന്നെ കുറച്ച് ഇപ്പുറത്തായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ജെന്റ്സിന്റെയും വലിയ ഒരു വാഷ്റൂം അവൈലബിൾ ആണ്. ഒരുപാട് ആൾക്ക് ഒരേ സമയം തന്നെ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് നമ്മുടെ കുറെ ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഹോട്ടലുകളാണ്. ഇവിടെ നിങ്ങൾക്ക് ചായ, ചെറിയ ചെറിയ കടികള്, മസാല ദോശ, ദോശകള്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പിന്നെ പൈസയൊക്കെ നോർമൽ ആയിട്ടുള്ള പൈസയല്ല, അതിലും കൂടുതലാണ്. അതേപോലെ മറ്റൊരു കാര്യം എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല, ഈ വാഷ്റൂം ഒക്കെ ഉണ്ടാക്കിയത് കണ്ട എന്ത് ഭംഗിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ ഇതിന്റെ ഉള്ളിൽ പോയാലും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഈ ഒരു ഡെഡിക്കേഷൻ ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അടുത്ത നമ്മുടെ ഇന്ത്യൻ പവലിയനാണ്. ഇന്ത്യൻ പവലിയൻ കാണാൻ തന്നെ ഏകദേശം ഒരു ചെങ്കോട്ടയുടെ മോഡലാണ് ഉണ്ടാക്കി വെച്ചാണ്. ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ പക്ഷികളുടെ നല്ലൊരു പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ കൂടുതലും ഡ്രസ് ഐറ്റംസ് ഒക്കെയാണ് കാണുന്നത്. അതേപോലെ 1 ദിർഹത്തിന്റെ 2 ദിർഹത്തിന്റെ ഒക്കെ ഓർണമെന്റ്സ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് കണ്ടു. അവിടെ നല്ല തിരക്കുണ്ട്. ഇവിടെ ഈ 1 ദിർഹത്തിന് കൊടുക്കുന്നത് കമ്മലും, അതേപോലെ വളകള്, അതേപോലെ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് 1 ദിർഹത്തിന് കൊടുക്കുന്നത്. 2 ദിർഹത്തിനും ഉണ്ട്. പിന്നെ കുറച്ചും കൂടി ക്വാളിറ്റി വരുന്നുണ്ട്. ചെറിയ ചെറിയ മാലകളൊക്കെ ഉണ്ട്. അതേപോലെ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ളതും ഫാൻസി ആയിട്ടുള്ളതും ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് വരുമ്പോഴും കൂടുതലും ഡ്രസ് ഐറ്റംസ് തന്നെയാണ്, പല കളർഫുൾ ആയിട്ടുള്ള, അതുപോലെ നല്ല ചുരിദാർ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ. അതേപോലെ ഫാൻസി ആയിട്ടുള്ള വളകളും കമ്മലുകളും അതേപോലത്തെ ഐറ്റംസ് തന്നെയാണ്, കൂടുതലും ലേഡീസ് ചോയ്സ് ആണ്. ഈ ഡ്രസ് ഐറ്റംസിൽ ബ്രൈഡിന് പറ്റിയ ഡ്രസ്സും ഞാൻ കണ്ടു. നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട്. പിന്നെ ഇവിടെ കുറെ ആന്റിക് ആയിട്ടുള്ള രൂപങ്ങളൊക്കെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദുസിന്റെ രൂപങ്ങളൊക്കെയാണ്. നടരാജ വിഗ്രഹം മുതൽ ചെമ്പിലും പിച്ചളയിലൊക്കെ ആയിട്ട് ഒരുപാട് രൂപങ്ങളും ശില്പങ്ങളൊക്കെ ഇവിടെ കണ്ടു. പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന ഷോപ്പ് കാണാം. അതേപോലെ ആയുർവേദ മരുന്നുകളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളും കാണാം. പിന്നെ ഇവിടെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഡ്രസ് ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പുകൾ തന്നെയാണ്. അതേപോലെ ആന്റിക്കിന്റെ ഒക്കെ ഒരുപാട് ഷോപ്പുകളുണ്ട്. പിന്നെ ഇന്ത്യൻ പവലിയന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഷോപ്പുകളൊക്കെ ഏകദേശം ഒരു സംസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കാണുന്ന ഡ്രസ് ഐറ്റംസ് ഒക്കെ എപ്പോഴും പല പല ഷോപ്പുകളാണെങ്കിലും മാറ്റങ്ങളുണ്ട് അതനുസരിച്ച്. പിന്നെ ഇന്ത്യൻ പവലിയനിലും ഇതേപോലെ ഒരു ഓപ്പൺ സ്റ്റേജ് അവൈലബിൾ ആണ്. നമ്മൾ വന്ന സമയത്ത് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായില്ല. എന്താണെന്നറിയില്ല, നമുക്ക് നല്ല ഭാഗ്യമുണ്ട്. പിന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ പിന്നെ കാണുന്നത് നല്ല ലെതർ ചെരുപ്പൊക്കെ വെക്കുന്ന ഷോപ്പുകളാണ്. ലെതർ ചെരുപ്പ് മാത്രമല്ല, ഫാൻസി ആയിട്ടുള്ള ചെരുപ്പുകളൊക്കെ ഉണ്ട്. ഇവിടുന്ന് പോകുന്ന സമയത്ത് നല്ല ഫാൻസി ആയിട്ടുള്ള ടോയ്സ് ഒക്കെ കാണാം. ഏകദേശം നമ്മൾ ഈ പാവക്കൂത്തൊക്കെ കാണാറില്ലേ, ആ പാവക്കൂത്തിന് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ടോയ്സ് ഒക്കെ കാണാം. അതേപോലെ ചില ബുദ്ധന്റെ ഒക്കെ പ്രതിമകൾ കാണാം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതേപോലെ ലൈവായിട്ട് ടാറ്റോ ഒക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് അവർ നല്ല അടിപൊളിയായിട്ട് ടാറ്റോ അടിച്ചു തരും. ഇത്രയൊക്കെയുള്ള ഇന്ത്യൻ പവലിയിൽ നമുക്കിനി പുറത്തേക്ക് പോവാം. ഇവിടെ വേറൊരു കാര്യം എടുത്ത് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പവലിയൻ ഇന്ത്യന്റെ ആണ്.
ഇത്ര ലെങ്ത് ഉള്ള വേറെ പവലിനൊന്നും ഇല്ല. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. കണ്ടില്ലേ എന്താണ് ഒരു സൈസ്. ഇന്ത്യൻ പവലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഖത്തർ, ലെബനൻ, പലസ്തീൻ തുടങ്ങിയുള്ള പവലിൻസ് ഒക്കെ വരുന്നത്. ഈ രണ്ട് പവലിൻസിന്റെ ഒക്കെ നമ്മുടെ ഈ രണ്ടിന്റെ ഇടയിലായിട്ട് ഒരു കനാലൊക്കെ പോകുന്നത് നല്ല ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. ഇനി നമ്മൾ പോകാൻ പോണത് മിനി വേൾഡിലേക്കാണ്. മിനി വേൾഡ് എനിക്ക് തോന്നുന്നത് ഈ വർഷമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. മിനി വേൾഡിലേക്ക് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് കാണുന്നത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആണ്. പിന്നെ നമ്മൾ കാണുന്നത് ഏകദേശം ഒരു വൈറ്റ് ഹൗസിന്റെ മോഡൽ ഉണ്ടാക്കിയെടുത്ത ഒരു ബിൽഡിങ്ങിന്റെ ഒരു രൂപമാണ്. അത് നല്ല ഫിനിഷിംഗിലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമുണ്ട്. നമ്മൾ നോക്കി നിന്ന് പോകും. പിന്നെ അടുത്തായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ളത് മെക്സിക്കോയിലുള്ള ഒരു പഴയ ബിൽഡിംഗ് ആണ്. ഏകദേശം ഒരു പിരമിഡിന്റെ മോഡലൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു ബിൽഡിംഗ് ആണ്. നല്ല കാണാനായിട്ട് നല്ല ഫിനിഷിംഗ് ഉണ്ട്. പിന്നെ ഇതിന്റെ സൈഡിലായിട്ട് ഒരു ഫുഡ് ട്രക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട്. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ തന്നെ പൂമ പിരമിഡിന്റെ 2-3 മോഡലുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്, കുഴപ്പമില്ല. പിന്നെ ഇവിടെ തന്നെ പൂമ ബുർജ് അൽ അറബിന്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ നല്ല മാലവിളപ്പൊക്കെ ഇട്ട് അലങ്കരിച്ച ഒരു വലിയൊരു പക്ഷിയുടെ രൂപം കാണാം. പിന്നെ ഇത് കൂടാണ്ട് കുറെ ബിൽഡിങ്ങുകളൊക്കെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാത്തിന്റെ പേരൊന്നും നമുക്ക് മനസ്സിലാവണില്ല. അതേപോലെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ചൈനയുടെ ഓരോ ക്ഷേത്രങ്ങളുടെ മോഡലുകളും വെച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളെയും അവഗണിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ ക്ഷേത്രങ്ങളുടെ മോഡലുകളുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ ഒരു സ്മാർട്ട് സിറ്റി കാണുന്നുണ്ട്. നല്ല ഭംഗിയിൽ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള കുറെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ കാണാനായിട്ട് നല്ല രസമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അതേപോലെ നമ്മുടെ പക്ഷിയുടെ കാര്യം പറഞ്ഞല്ലോ, അത് നല്ല ഭംഗിയുണ്ട്. അതേപോലെ നല്ല വലുപ്പത്തിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഒരുപാട് ആളുകളൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നല്ല രസമുണ്ട്, അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു ഫുഡ് ട്രക്കാണ്. ഫുഡ് ട്രക്കല്ല, ഫുഡ് ട്രെയിനാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതേപോലെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. ഒരുപാട് ആളുകളൊക്കെ ഇങ്ങോട്ട് പോയി കഴിക്കുന്നുണ്ട്. പിന്നെ ഐറ്റംസ് ഒക്കെ മെയിൻ ആയിട്ട് പിള്ളേരുകൾ ഉദ്ദേശിച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ കളറുകളൊക്കെ പിങ്ക് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവരിതിന് ഇട്ടേണ പേര് റെയിൽവേ മാർക്കറ്റ് എന്നാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ ട്രെയിനിന്റെ തന്നെ മോഡൽ പോലെ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് എന്താ പറയാ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. ഫ്രണ്ടിൽ നിന്നൊക്കെ വന്ന് നോക്കി കഴിഞ്ഞാൽ ട്രെയിൻ കിടക്കണ പോലെ തന്നെയാണ് നമുക്ക് തോന്നുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കാർണിവലിന്റെ ഒരു ഏരിയക്കാണ് വരുന്നത്. ഈ വെള്ളം പോകുന്ന കനാലിന് നടുവിലായിട്ട് ഒരു യന്ത്രൂഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നീങ്ങുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടൊക്കെ കുറെ ഹോട്ടൽസ് ഒക്കെ കാണാം. അതുപോലെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ. അത് ഇന്ത്യ മാത്രമൊന്നല്ല, പല പല രാജ്യങ്ങളുടെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങുമ്പോൾ കുട്ടികൾക്കായിട്ട് കളിക്കാനുള്ള വീഡിയോ ഗെയിംസിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ ഒരു വിശാലമായ ഒരു ഏരിയ തന്നെയുണ്ട്. കുട്ടികളായിട്ട് വരുന്നവർക്കൊക്കെ ഈ ഒരു ഏരിയ എന്തായാലും ഉപകാരപ്പെടും. അതേപോലെ വെറൈറ്റി ഓഫ് ഗെയിംസ് ആണ്. ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, അത്രയ്ക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള വെറൈറ്റി ഓഫ് കളക്ഷൻസ് തന്നെ ഉണ്ട്. പിന്നെ എല്ലാ ഗെയിംസും പെയ്ഡ് ആണ്, ഫ്രീ ആയിട്ടുള്ള ഒരു സർവീസ് ഇവിടെ ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ വല്ലപ്പോഴുള്ള നമ്മൾ ഈ ഗ്ലോബൽ വില്ലേജിലേക്ക് പോകുള്ളൂ. സ്ഥിരമായിട്ട് പറഞ്ഞവർക്ക് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞ ആളുകൾക്കൊക്കെ എന്താ പറയാ, ഈ വക ഗെയിംസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്ന് പറയുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ഇവിടുന്ന് അവിടെ നീങ്ങുമ്പോൾ നമുക്ക് വേറെ എന്താ പറയാ വലിയ ആളുകൾക്കുള്ള ഗെയിംസ് കാണാം. നമുക്ക് ഈ വെള്ളത്തിൽ കൂടെ ഒഴുകി കിടക്കുന്ന പാവകളെ എടുത്തു നോക്കി അതിന്റെ പോയിന്റ്സ് ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ മുകളിൽ കിടക്കുന്ന ഈ ബൊമ്മകളൊക്കെ കിട്ടുന്ന പരിപാടിയാണ്. ആളുകളെ പറ്റിയ പരിപാടിയാണ്, എന്നാലും കുഴപ്പമില്ല ഒരു എന്റർടൈൻമെന്റായിട്ട്. പിന്നെ നമ്മള് വലയിലേക്ക് ബോൾ എറിയുക, അതേപോലെ നമ്മുടെ സൂചിയേറ് കാർണിവൽ സിനിമയിൽ കാണില്ലേ, അതേപോലത്തെ ബലൂണുമേക്ക് സൂചിയേറ്, ഇതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഏരിയക്ക് വരുമ്പോൾ മ്യൂസിക് ആയിട്ടുള്ള ഒരു യന്ത്രൂഞ്ഞാല് കാണാം, കുട്ടികൾക്കായിട്ടുള്ളതാണ്. ഇത് കാണാനായിട്ട് ഒരു പ്രത്യേക രസമുണ്ട്. അതിന്റെ മുകളിലുള്ള ഡിസൈൻസും അതേപോലെ എന്താ പറയാ ഹോൾസിന്റെ ഒക്കെ നല്ല ഭംഗിയിട്ട് കാണാനായിട്ട്. അതേപോലെ വേറെ വെറൈറ്റി ആയിട്ടുള്ള യന്ത്രൂഞ്ഞാൽ ഇവിടെ കാണാം നിങ്ങൾക്ക്. അടുത്തായിട്ട് നമ്മൾ കയറാൻ പോണത് തായ്ലൻഡിന്റെ പവലിയനാണ്. നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ കൂടുതലും ഡ്രസ് ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ കാണുന്നത്. എസ്പെഷ്യലി ലേഡീസിനും കിഡ്സിനൊക്കെ ഉള്ള ഡ്രസ്സുകളാണ് കൂടുതൽ കണ്ടുവരുന്നത്. അതേപോലെ അവരുടെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് കാണുന്നത്. പിന്നെ ഇവിടെ കാണുന്നത് കൂടുതലും ട്രഡീഷണൽ ഐറ്റംസ് ആണ്. അതേപോലെ സോക്സുകൾ ഉണ്ട്, ഡോൾ കളക്ഷൻ ഉണ്ട്. ഡോളൊക്കെ നല്ല അടിപൊളിയാട്ടാ. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം മാങ്ങ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ആണ്. പിന്നെ അതുപോലെ ടെൻഡർ കോക്കനട്ട്, അതുപോലെ ഗേൾസിന്റെ റിങ്സ്, ഫാൻസി ആയിട്ടുള്ള ഓർണമെന്റ്സ്, പിന്നെ എന്താ പറയാ ആയുർവേദിക് ആയിട്ടുള്ള കുറെ ഐറ്റംസ് വന്നിട്ടുണ്ട്. പിന്നെ ലേഡീസിന്റെ ബാഗ്സ്, ഇത്രയൊക്കെയാണ് ഇവിടെയുള്ള മെയിൻ ആയിട്ട് കണ്ടത്. ഇതോടുകൂടി ഈ പവലിയൻ നമ്മൾ ഇറങ്ങി. ഇനി നമ്മൾ അടുത്ത പവലിലേക്ക് പോവാം. ഇനി അടുത്ത നമ്മൾ പോകാൻ പോണ പവലിയൻ എന്ന് പറയുന്നത് കൊറിയയുടെയാണ്. കൊറിയയുടെ പവലിയൻ കാണുമ്പോൾ തന്നെ നല്ല രസമൊക്കെ ഉണ്ട്, നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിലേക്ക് ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കൂടുതലും കാണുന്നത് ലേഡീസിന്റെ ഐറ്റംസ് ആണ്. ഐലാഷസിന്റെ ഒക്കെ വെറൈറ്റി കളക്ഷൻ കാണുന്നുണ്ട്. പിന്നെ കുറെ ഡോൾസുകളൊക്കെ കാണുന്നുണ്ട്. അതേപോലെ ലേഡീസിന്റെ കുറെ ഫാൻസി ഐറ്റംസ്, കുറെ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ട്, ഇൻക്ലൂഡിങ് കുറെ ചെയിൻസ് ഒക്കെ ഉണ്ട്. അതേപോലെ പിന്നെ എന്താ പറയാ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ട്രീ കാണാം, നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ കൊറിയയുടെ എന്താ പറയാ ഒരു കാലിഗ്രാഫി ആയിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു സ്റ്റാളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ. അതേപോലെ ഫാൻസി ആയിട്ടുള്ള കുറെ ഐറ്റംസ് ആണ് പിന്നെയും കാണുന്നത്. പിന്നെ അവർ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ നല്ലൊരു ഫ്രൂട്ട് ടീ, അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള ടീ സെറ്റപ്പ് കാണുന്നുണ്ട്.
അത് നല്ല കാണാനൊക്കെ നല്ലൊരു ഇതുണ്ട്. പിന്നെ അവിടെ നിന്ന് നീങ്ങുമ്പോൾ നല്ല കുറേ ചിപ്സ് ഐറ്റംസ് കാണുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എന്താ പറയുക, ലേഡീസിന്റെ സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെയാണ് മെയിനായിട്ട് കാണുന്നത്. ഈ ഏരിയയിലൊക്കെയാണ് കൂടുതലും ലേഡീസിന്റെ തിരക്കൊക്കെ കൂടുതൽ കാണുന്നത്. ഇത്രയൊക്കെയുള്ള കൊറിയൻ പവലിന് നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളത്. ബാക്കിയെല്ലാം മറ്റുള്ള പവലിയും പോലെ തന്നെ സെയിം തന്നെയാണ്. ഇവിടെ നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ ബിലീവ് ഇറ്റ് ഓർ നോട്ട് എന്നുള്ള ഒരു സെറ്റപ്പ് കാണാം. ഇതിനുള്ളിലേക്ക് നമ്മൾ പൈസ കൊടുത്തിട്ട് വേണം എൻ്റർ ചെയ്യാനായിട്ട്. പൈസ കൊടുത്ത് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഐറ്റംസ് കാണാം. മാസ്കുകൾ, അതുപോലെ ഡ്രാഗന്റെ ഓരോ ഷേപ്പുകൾ, സ്പൂൺ വെച്ചിട്ടൊക്കെ അതിന്റെ ഷാഡോകൾ ഉണ്ടാക്കുന്ന പല കാര്യങ്ങൾ. പിന്നെ AI ഉപയോഗിച്ച് നമ്മുടെ സ്വന്തം ഫോട്ടോ തന്നെ ഒരു സ്ക്രീനിൽ വന്നിട്ട് അത് ലൈവായിട്ട് പല പല രൂപങ്ങളായി മാറണത്. അതേപോലെ കുറെ സ്കെൽട്ടനുകൾ, അതുപോലെ ഓരോ ഹ്യൂമൻ ഷേപ്പുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു വലിയൊരു ഹൾക്കിനൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. കാണാനായിട്ട് നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ നീങ്ങുമ്പോൾ തന്നെ നമുക്ക് സ്ട്രീറ്റിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഒക്കെ കാണാം. നീ പറഞ്ഞ വണ്ടിയൊക്കെ കണ്ടില്ലേ, ഇത് നമ്മുടെ സൈബീരിയൻ കൊള്ളക്കാരെ പോലെ എന്തോ ഒരു ചെറിയ സെറ്റപ്പിലാണ് ഇവർ ചെയ്ത് നടക്കുന്നത്. കാണാനായിട്ട് നല്ല രസമുണ്ട്. ഒന്ന് നോക്കി നോക്കും. ഇതുപോലെ ഒരുപാട് ലൈവായിട്ടുള്ള സംഭവങ്ങളും ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലതും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ നിന്നാണ് നീങ്ങുമ്പോൾ നമ്മൾ വലിയൊരു സ്റ്റേജാണ് കാണുന്നത്. ഇതാണ് ഒരു ഓപ്പൺ സ്റ്റേജ്. നല്ല വലുപ്പത്തിൽ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. സ്റ്റേജ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോ സമയങ്ങളിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ സമയങ്ങളിലൊക്കെ ഓരോ പെർഫോമൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇംഗ്ലീഷുകാരുടെ എന്തോ ഒരു സ്കിറ്റാണ്. നമുക്ക് കുറച്ചു നേരം ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് അമേരിക്ക, യൂറോപ്പ്, റഷ്യ, ആഫ്രിക്ക എന്നുള്ള ഇങ്ങനെയുള്ള പവലിയൻസ് ഒക്കെ നമുക്ക് കാണാം. അപ്പൊ നമുക്ക് ഏറ്റവും അടുത്തുള്ള ആഫ്രിക്കയിലൊന്ന് കയറി വരാം. ഇതിനുള്ളിലേക്ക് ആദ്യം തന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ ആന, കടുവ, കണ്ടാമൃഗം, കാട്ടുപോത്ത്, സിംഹം തുടങ്ങിയുള്ള രൂപങ്ങളൊക്കെ ഇതിന് മുകളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ലെതർ ഐറ്റംസ് ഒക്കെ കാണുന്നുണ്ട്. ബാഗ് പോലുള്ള, അതുപോലെ പിന്നെ ഫാൻസി ആയിട്ടുള്ള ഡെക്കറേഷൻ ഐറ്റംസ് ആണ് കുറെ കാണുക തന്നെ. പിന്നെ നമുക്ക് കൈ പിടിക്കാനുള്ള വടികളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഒക്കെ നല്ല കളക്ഷൻ കാണുന്നുണ്ട്. പിന്നെ നല്ല നല്ല മാലകളൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ മാലകളൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ സമയം എന്ന് തോന്നുന്നത് ആഫ്രിക്കയുടെ നല്ലൊരു പെർഫോമൻസ് കാണാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടി. ഈ ഡാൻസിന്റെ സ്റ്റെപ്പ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ അമ്മമാരൊക്കെ അരി ചേരുന്നുണ്ടല്ലോ, ആ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. കുറച്ച് അരി ഇട്ട് കൊടുത്തെങ്കിൽ ഇവർ നന്നായിട്ട് ചേരി തന്നേനെ. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ കാണുന്നത് എന്താ പറയാ, ഓരോ ജിറാഫിൻ്റെതായുള്ള ഓരോ ഷേപ്പുകള്. ജിറാഫ് മാത്രമല്ല വേറെ എനിമൽസിന്റെ ഒക്കെ ഷേപ്പുകൾ ഉണ്ട്. പിന്നെ നല്ല ഫേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോരോ ഫേസുകൾ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ടൊക്കെ. പിന്നെ അവരെ കൾച്ചറുമായി ബന്ധപ്പെട്ട ട്രഡീഷണൽ ആയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ഒരുപാട് ഐറ്റംസ് പറയാൻ പറ്റില്ല, അത്ര ഐറ്റംസ് ഉണ്ട്. പിന്നെ അവരുടെ ഡ്രസ്സുകളൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ, ഡ്രസ്സ് എന്ന് പറയുന്നത് ഭയങ്കര കളർഫുൾ ആണ്. കളർഫുൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും കണ്ടിട്ടുണ്ടാവില്ല, അത്ര അധികം കളറുകളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഓരോ ലേഡീസ് ഉപയോഗിക്കുന്ന തലക്കെട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു തലക്കെട്ടാണ് ഒരു ആഫ്രിക്കയിലൊക്കെ ഉപയോഗിക്കുന്നത്. ആ തലപ്പാവൊക്കെ കാണുന്നുണ്ട്. പിന്നെ അവരുടെ മെയിൻ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഷിയ ബട്ടർ ആണ്. ഷിയ ബട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു എന്താ പറയാ ഒരു സ്റ്റോറിൽ പോയാലും ഷിയ ബട്ടർ ഇല്ലാത്ത സ്റ്റോർ ഉണ്ടാവില്ല. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കൈമൊക്കെ പെറ്റി തരും. നല്ല സ്മെല്ലാണ്. എന്താ പറയുക, സ്കിന്നിനൊക്കെ വളരെ അടിപൊളിയാണെന്ന് പറയണേ. സ്കിന്ന് നന്നായിട്ട് വെളുക്കും, അതേപോലെ നല്ല സ്മെല്ലാണ്.
പിന്നെ നമ്മൾ കാണുന്നത് കൂടുതലും ഈ പറഞ്ഞ പോലെ ഫാൻസി ആയിട്ടുള്ള കുറെ ബാഗുകളും കൊമ്പുകളും അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെയാണ്. ഇത്രയുള്ള ആഫ്രിക്കൻ പവലിയനിൽ മെയിൻ ആയിട്ട് എടുത്തു പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത പവലിയനായ റഷ്യയിലേക്ക് ഒന്ന് കയറിയിട്ട് വരാം. ഈ പവലിന്റെ ഉള്ളിലേക്ക് ആദ്യം തന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ കൂടുതലും ലേഡീസിന്റെ ഐറ്റംസ് ആണ് കാണുന്നത്. ലേഡീസിന്റെ കോസ്റ്റ്യൂമായി ബന്ധപ്പെട്ടതും അതേപോലെ ഫാൻസി ആയിട്ടുള്ള റിങ് ഇങ്ങനത്തെ ഓർണമെന്റ്സ് ഒക്കെ ഇങ്ങനത്തെ ഐറ്റംസ് ആണ് കൂടുതലും കാണുന്നത്. സ്കിൻ കെയറുമായി ബന്ധപ്പെട്ട് പിന്നെ കുറെ വൂളൻ ഡ്രസ്സുകളുടെ കുറെ കളക്ഷൻ കാണുന്നുണ്ട്. റഷ്യയിൽ പൊതുവെ തണുപ്പായതുകൊണ്ട് അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇവിടെ കാണാം. പിന്നെ കുറെ ഡോൾസുകൾ കാണാം. ഡോൾസിനെ പറ്റി പറയുമ്പോൾ ഈ ഗ്ലാസിന്റെ ഉള്ളിൽ സിൽക്ക് ഒക്കെ ഇട്ട എന്താ പറയുക വിത്ത് മ്യൂസിക് ആയിട്ടുള്ള ഒരുപാട് ഡോൾസിന്റെ കളക്ഷൻ കാണുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിന്റെ ഡൗൺ ആയിട്ട് എന്താ പറയാ കോഞ്ചറിങ് 2-ല് ആ ബോയ് കളിക്കുന്ന ഒരു ടോയ് ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ആ ടോയുടെ ഷേപ്പിലുള്ള ടോയ്സ് ഒക്കെ ഇവിടെ കാണാം. പിന്നെ ഇവരുടെ റഷ്യക്കാരുടെ പാസ്ട്രീസ് ഒക്കെ ഇവിടെ കാണാം. പിന്നെ നമ്മുടെ ലേഡീസിന്റെ ഒക്കെ കുറെ മേക്കപ്പ് ഐറ്റംസും ഒക്കെ കാണാം. പിന്നെ നമ്മൾ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മാജിക് തന്നെ കാണാം. മാജിക് പഠിക്കുന്ന രീതിയിലുള്ള ഐറ്റംസ് ഒക്കെയാണ് ആള് കൊടുക്കണേ. അപ്പൊ ആ സ്പോട്ടിൽ തന്നെ ആൾ കുറച്ച് മാജിക് ഒക്കെ നമുക്ക് കാണിച്ചു തരും. ഇവിടെ ഈ മാജിക്കാരൻ ഈ പിള്ളേർക്കായിട്ട് ചെറിയൊരു മാജിക് കാണിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അതായത് ആളൊരു ചീട്ട് എടുക്കുകയാണ്, ചീട്ടിന്റെ ഒരു പെട്ടി. ആ ചീട്ടിന്റെ പെട്ടിയിൽ നിന്ന് ചീട്ട് ഒരെണ്ണം പുറത്തെടുത്ത് കാണിക്കുകയാണ്. അതിനുശേഷം അവർ ചീട്ടിന്റെ ബോക്സ് ഒന്ന് കാണിച്ചു തരും, അത് എംപ്റ്റി ആണെന്ന് കാണിക്കാനായിട്ട്. അതിനുശേഷം ഈ ചീട്ട് എടുത്ത് വീണ്ടും ചീട്ടിന്റെ ബോക്സിലിടും. എന്നിട്ട് ഇവരോട് ചോദിക്കും ചീട്ട് എവിടെയാണ്, മുകളിലാണോ താഴെയാണെന്ന്. ഇവർ പറയും മുകളിലാണെന്ന് പറയും. പക്ഷെ ആ ചീട്ടേ കാണില്ല. അതാണ് ആളുടെ മാജിക്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു ഡോള് കാണാം. ഈ റഷ്യയുടെ ഒക്കെ മാത്രിയോഷ്ക എന്ന് പറഞ്ഞൊരു ഡോളാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന്റെ ഒരു വലിയൊരു ഡോളാണ്. ഏകദേശം ഒരു 2 ആൾക്കോ 3 ആൾക്കോ വേണമെങ്കിൽ അതിനുള്ളിൽ കയറി നിൽക്കാം. ഈ ഡോളിന്റെ ചെറിയ രൂപങ്ങളും അവൈലബിൾ ആണ്. അതേപോലെ ഒരുപാട് ലെതർ ബാഗ്സ് ഒക്കെ കാണുന്നുണ്ട്. പിന്നെ അവരുടെ കുറെ സ്വീറ്റ്സ് ഐറ്റംസും കാണുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ റഷ്യയിൽ മെയിൻ ആയിട്ട് എടുത്ത് പറയാനായിട്ട്. ഇനി നമുക്ക് യൂറോപ്പിന്റെ പവലിയനിലേക്ക് ഒന്ന് കയറി വരാം. എന്തൊക്കെയാണ് അവിടെ ഉള്ളത് നോക്കാം. ഇവിടേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ലേഡീസിന്റെ കുറെ സാൻഡിൽ കാണാം. സാൻഡിലിന്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. പിന്നെ ബാഗ്സ് ഈ പറഞ്ഞ പോലെ ലെതറുണ്ട്, ഫാൻസി ആയിട്ടുള്ളതും കാണുന്നുണ്ട്. പിന്നെ വൂളൻ ഡ്രസ്സുകൾ കാണുന്നുണ്ട്. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള പാസ്ട്രീസ്, പിന്നെ ടാറ്റു ഒക്കെ ലൈവായിട്ടൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് കിഡ്സിന്റെയും ലേഡീസിന്റെ ഒക്കെ ഡ്രസ് ഐറ്റംസ് തന്നെയാണ് മെയിനായിട്ട് കാണുന്നത്. ബാക്കിയൊക്കെ നോർമലാണ്. ഇത്രയൊക്കെയുള്ള ഈ പവലിയനിൽ നമുക്കിനി അടുത്ത പവലിയനിലേക്ക് ഒന്ന് കയറി നോക്കാം. അടുത്ത പവലിയനായ അമേരിക്കൻ പവലിയന്റെ ഫ്രണ്ടിൽ കൗബോയ്സിന്റെ ഡിസൈനൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അതിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കൗബോയ്സിന്റെ ഹാറ്റ് ഒക്കെ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഡ്രസ് ഐറ്റംസ് തന്നെയാണ് കൂടുതൽ കാണുന്നത്. ബാഗ്സ് കാണുന്നുണ്ട്. അതേപോലെ മിലിറ്ററിക്കാരന്റെ ഒരു ഡ്രസ്സും കൂടി ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അത് കാണാനായിട്ട് നല്ലൊരു രസമുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വന്നു കഴിയുമ്പോൾ ഒരു ആദിവാസി പോലെ ഡ്രസ്സ് കിട്ട ഒരാളെ കാണാം. ആള് എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആളെ കാണാനായിട്ട് മൊത്തത്തിൽ ഒരു രസമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് നീങ്ങുമ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള കുറച്ച് ഔട്ട്ലെറ്റുകൾ കാണാം. മെയിനായിട്ട് ഡ്രസ് ഐറ്റംസ് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡ്രസ് ഐറ്റംസ് അല്ലാണ്ട് കുറച്ച് കൺസ്യൂമബിൾസ് ഒക്കെയാണ് കാണുന്നത്. വേറെ ഐറ്റംസ് ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഇത്രയൊക്കെ ഉള്ളൂ ഈ പവലിയനിൽ. പിന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റോഡ് ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോഴ്സിന്റെ ഒക്കെ ഒരു മൊത്തം ഒരു എന്താ പറയാ ഒരു മാർക്കറ്റ് പോലെ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഏരിയ കാണാം. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇതിനുള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് കുറെ ബാഗ്സിന്റെ ഓരോ കളക്ഷൻസ് ആണ്. അത് മെയിനായിട്ട് ഓരോ ട്രഡീഷനും കൾച്ചറുമായി ബന്ധപ്പെട്ട ഓരോ ഐറ്റംസ് ഒക്കെയാണ് കൂടുതൽ കാണുന്നത്. പിന്നെ ഫാൻസി ആയിട്ടുള്ള ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അത് നമുക്ക് വീട്ടിലേക്കോ അതുപോലെ ഓഫീസിലേക്കൊക്കെ വെക്കാവുന്ന അടിപൊളി ഐറ്റംസ് ഉണ്ട്. പിന്നെ കുറെ സ്പൈസസ് ഷോപ്പുകൾ കാണുന്നുണ്ട്. പിന്നെ കിഡ്സിന്റെ ഒക്കെ നല്ല ഡ്രസ് വെയർ ഒക്കെ അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ മുമ്പ് നമ്മൾ തായ്ലൻഡിൽ കയറി കണ്ട പോലെ തായ്ലൻഡ് മാംഗോയുടെ തന്നെ ഒരു ഷോപ്പ് ഉണ്ട്. അവിടെ ഡിസേർട്ട് ആയിട്ടുണ്ട്. പിന്നെ കട്ട് ചെയ്തും അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ് ഒക്കെ വിൽക്കുന്ന ഓരോ ഷോപ്പുകൾ നമുക്ക് കാണാം. പിന്നെ നമ്മൾ മുമ്പ് കണ്ട പോലെ തന്നെ ഈ ഡ്രസ് ഐറ്റംസും ഫുഡ് വെയർ, സോപ്പ്, അതുപോലെ കോപ്പറിന്റെ വരെ ബോട്ടിലുകളും പ്ലേറ്റുകളും വിൽക്കുന്ന ഷോപ്പുകളൊക്കെ കാണാം. ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇതിൻ്റെയൊക്കെ തന്നെ വൈഡ് ആയിട്ടുള്ള ഓരോ റേഞ്ചുകൾ നമുക്ക് ഇവിടെ കാണാം. പിന്നെ കുറെ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള കുറെ ഐറ്റംസ് നമുക്ക് കാണുന്നുണ്ട്. പിന്നെ ഈ ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോൾ സ്പ്രേ പെയിന്റ് കൊണ്ട് പടം വരച്ചു കൊടുക്കുന്ന ഒരാൾ കാണാം. ആള് വളരെ മനോഹരമായിട്ടാണ് ഓരോ പടങ്ങൾ വരച്ചു കൊടുക്കുന്നത്. ഇപ്പൊ ഒരു മൊബൈലിൽ കിട്ടിയൊരു ഫോട്ടോ ആണ് ആള് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ടൈം എടുത്താണ് ആള് ചെയ്യണേ. ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. പക്ഷെ നല്ല ഫിനിഷിംഗ് ഉണ്ട്. സാധാരണ കാർട്ടൂൺ വരയ്ക്കുന്ന പോലെ ഒന്നല്ല, നല്ല ഫിനിഷിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആള് ചെയ്ത ഒരുപാട് വർക്കുകൾ നമുക്ക് ഇവിടെ കാണാം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അടുത്തായിട്ട് നമ്മൾ കയറി ചെല്ലുന്നത് അഫ്ഗാനിസ്ഥാന്റെ പവലിലേക്കാണ്. ഇതിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ വൂളൻ ഡ്രസ്സുകളുടെ ഒരു കളക്ഷനാണ് കാണുന്നത്. അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ തന്നെ കുങ്കുമപ്പൂവിന്റെ ഒരു വലിയൊരു കളക്ഷൻ കാണാം. ഒരുപാട് എന്താ പറയാ സ്വർണ്ണമൊക്കെ കയറുന്ന രീതിയിലാണ് ഈ കുങ്കുമപ്പൂവൊക്കെ അവർ കെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റുള്ള പവലിന്റെ പോലെ തന്നെ ബാഗ്സും ഡ്രസ്സൊക്കെ തന്നെയാണ്. പിന്നെ ഹാൻഡിക്രാഫ്റ്റഡ് ആയിട്ടുള്ള എന്താ പറയാ ഫ്രെയിം ചെയ്ത ഷേപ്പുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളെ കാണാം. ആള് ലൈവായിട്ട് തന്നെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ഷേപ്പുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫ്രെയിം ചെയ്യാണ്. പിന്നെ കുറെ ഡ്രൈ ഫ്രൂട്ട്സിന്റെയും അതുപോലെ സ്പൈസസിന്റെ ഒക്കെ ഷോപ്പുകൾ കാണാം.
അതേപോലെ ഹാൻഡ് മെയ്ഡ് കാർപ്പറ്റ് ഉണ്ടാക്കണ ഒരാളെ കാണാം. ആള് ലൈവായിട്ട് തന്നെ കാർപ്പറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കണേ എന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. വളരെ സസൂക്ഷ്മമാണ് ആൾ നിരീക്ഷിച്ചുകൊണ്ട് ഓരോരോ ലെയറും ഓരോരോ നൂലുകളൊക്കെ എടുത്ത് സെറ്റ് ചെയ്യുന്നത്. പല ഫോട്ടോകളുടെ മോഡലുകളാണ് ആൾ ഈ കാർപ്പറ്റിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ അവിടെ നിന്ന് തന്നെ നമുക്ക് കാശ് കൊടുത്ത് വാങ്ങാവുന്നതാണ്. പിന്നെ നമുക്ക് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പാത്രങ്ങൾ കാണാം. ഈ പാത്രങ്ങളൊക്കെ ഇവിടെ തന്നെ ഒരാൾ ലൈവായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ലേഡീസിന്റെ വെള്ളി കൊണ്ടുള്ള ഒരുപാട് ഓർണമെന്റ്സ് ഒക്കെ കാണാം. അതുപോലെ ഫാൻസി ആയിട്ടുള്ള ഓർണമെന്റ്സ് കാണുന്നുണ്ട്. ബാക്കിയൊക്കെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആസ് യൂഷ്വൽ ആണ്. മറ്റുള്ള പവലിയൻസ് പോലെ തന്നെയാണ്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ ഈ പവലിയനിൽ. അടുത്തിന് നമുക്കിനി ജപ്പാന്റെ പവലിയൻ ഒന്ന് കയറി നോക്കാം. എന്താണ് അവിടെ നമുക്ക് വേണ്ടി കാണാൻ വെച്ചതെന്ന്. ഇതിലേക്ക് കയറി വരുമ്പോൾ തന്നെ എന്താ പറയുക, ഡ്രാഗന്റെ ഒക്കെ ടോയ്സ് കാണാം. അതേപോലെ കുറെ ഹാറ്റുകളൊക്കെ ഇതുപോലെ ട്രഡീഷനുമായി ബന്ധപ്പെട്ട കുറെ ഹാറ്റുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും അലൗഡ് അല്ല. പിന്നെ കുറെ ടീ കേക്ക്സ് ഒക്കെ കാണുന്നുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള കുറെ ടീ കേക്ക്സ് ഒക്കെ കാണുന്നുണ്ട്. പിന്നെ കുറെ സോപ്സ് ഐറ്റംസ്, പിന്നെ പ്ലേറ്റ്സ് ഈ പറഞ്ഞ പോലെ ഇവര് ഭയങ്കര കളേർഡ് ആണ്. ഇവര് ട്രഡീഷനുമായി ബന്ധപ്പെട്ട കുറെ ഇതുകളൊക്കെയാണ്. പിന്നെ ജാപ്പനീസിന്റെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ് ഐറ്റംസ് കാണുന്നുണ്ട്. ഡ്രസ് വെയർ ചെയ്ത ഒരു ലേഡീനെ നമുക്ക് കാണാം. ഇത്രയൊക്കെ ഇവിടെ എടുത്തു പറയാനായിട്ട് നമുക്കിനി അടുത്ത പവലിയനായ ഇറാനിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇതിനുള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു മഹല് കാണുന്നുണ്ട്. നല്ല എന്താ പറയാ, നല്ല ഹൈറ്റ് ആയിട്ടുള്ള ഒരു മഹല്. പിന്നെ കുങ്കുമപ്പൂവ് വിൽക്കണ ഒരു ഷോപ്പ് കാണുന്നുണ്ട്. ഒരുപാട് കുങ്കുമപ്പൂവ് കാണുന്നുണ്ട്. പിന്നെ കാർപ്പറ്റിന്റെ ഒക്കെ ഒരു വിപുലമായ കളക്ഷൻ തന്നെയുണ്ട്. കളക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കളക്ഷൻ കാണുന്നുണ്ട്. പിന്നെ ഫാൻസി ആയിട്ടുള്ള ലാംപ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറബിക് ലാമ്പാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ കുറെ സ്പൈസസും ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒക്കെ കുറെ ഷോപ്പുകൾ കാണുന്നുണ്ട്. പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ പാത്രങ്ങളുണ്ട്. പിന്നെ അറബിക്കിൽ എഴുതി ഫ്രെയിം ചെയ്ത കുറെ ഫോട്ടോസും ഇവിടെ വിൽക്കാനുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് എടുത്ത് പറയുന്നത് സ്റ്റോൺ ട്രീ എന്ന് പറഞ്ഞാൽ സ്റ്റോൺ ട്രീയുടെ ഓരോ ഷേപ്പുകളുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ജമുന് ജമാല് സോങ് ഉണ്ടല്ലോ, അതിന്റെ അറബിക് ഒരു വേർഷൻ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് നല്ല ഭാഗ്യമുള്ളതുകൊണ്ട് നമ്മൾ വന്നപ്പോൾ തന്നെ അതാണ് കഴിഞ്ഞു. പിന്നെ ഇവിടെ നിന്ന് പോയപ്പോൾ നമ്മൾ കണ്ടത് ഫ്രെയിം ചെയ്ത ഫോട്ടോസൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. പല എന്താ പറയാ ഷേപ്പിലും ഇതിലൊക്കെ ഉള്ള കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഫ്രഷ് ജ്യൂസ് വിൽക്കുന്ന ഷോപ്പുകൾ കാണാം. അതേപോലെ ഇവിടെ കൾച്ചറുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്വീറ്റ്സുകൾ, അതേപോലെ ചിപ്സുകൾ, പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ കാർപ്പറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് തന്നെയാണ്, ആവർത്തിച്ച് വരുന്ന ഐറ്റംസ് തന്നെയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഈ പവലിന്റെ പുറത്തേക്ക് വരുമ്പോൾ തന്നെ വലിയൊരു പൂള് കാണാം. ഈ പൂളില് ഒരു ഡ്രാഗൺ കിടക്കണ പോലെയാണ് അവർ ഷേപ്പ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇത് എന്താ പറയാ, ഒരുപാട് ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ പൂളിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരുപാട് ലേസർ ലൈറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതും വളരെ വലുപ്പത്തിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ പവലിയൻസ് ഒക്കെ കയറി നമ്മൾ എന്താ പറയാ, കുറച്ച് ടയേർഡ് ആണെങ്കിൽ നമുക്ക് ഈ സൈഡിലൊക്കെ ഇരുന്ന് വിശ്രമിക്കാം. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ നിൽക്കാനൊക്കെ ആയിട്ട്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഈ പൂളിന്റെ എല്ലാ സൈഡിലും ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ കാണാം. എല്ലാം ഫുഡ് കൗണ്ടേഴ്സ് ആണ്. പിന്നെ ഓരോരോ ഹോട്ടലിന് മുന്നിലും അതിലേക്ക് ആകർഷിക്കാനായിട്ട് ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരാള് ജസ്റ്റ് ഒന്ന് ഡാൻസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഫുഡ് ലവേഴ്സിനൊക്കെ എന്തായാലും അടിപൊളിയാണ്. കാരണം ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. അത് ഒരു രാജ്യത്ത് മാത്രമല്ല, പല രാജ്യങ്ങളിലായതുകൊണ്ട് ഒരുപാട് ഫുഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. കുറച്ച് മുമ്പേ നിങ്ങൾ കണ്ട ഡ്രാഗൺ കിടക്കുന്ന ആ ഒരു പൂളുണ്ടല്ലോ, അതിന്റെ പേര് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നാണ്. അങ്ങനെയാണ് ഒരു പേര് ഇട്ടിട്ടുള്ളത്. അടുത്ത നമ്മൾ തുർക്കിയുടെ പവലിലേക്കാണ് കയറുന്നത്. തുർക്കിയുടെ പവലിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ചായ വെക്കുന്ന ഒരാളെ കാണാം. അതുപോലെ ഐസ്ക്രീമിന്റെ ഒന്ന് രണ്ട് കൗണ്ടറുകൾ കാണാം. അവിടെ നമ്മുടെ പണ്ട് പറഞ്ഞ പോലെ തന്നെ കളിപ്പിച്ചാണ് ഐസ്ക്രീം കൊടുക്കുന്നത്. ഇവിടേക്ക് കയറി വരുമ്പോൾ മെയിൻ ആയിട്ട് ഫാൻസി ഐറ്റംസ് തന്നെയാണ്. അതേപോലെ സ്വീറ്റ്സിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. പിന്നെ ഫാൻസി ലാംപ്സുകൾ, അതുപോലെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് തന്നെയാണ്. പിന്നെ ആയുർവേദിക് ആയിട്ടുള്ള കുറെ സോപ്പുകൾ കാണുന്നുണ്ട്. പിന്നെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സ്വീറ്റ്സിന്റെ ഷോപ്പുകൾ ഒരുപാടുണ്ട്. പിന്നെ കാർപ്പറ്റിന്റെ ഒക്കെ വിപുലമായ കളക്ഷൻ തന്നെയുണ്ട്. പിന്നെ ക്രോക്കറി ഐറ്റംസ് ലൈക്ക് പ്ലേറ്റ്സ് ആൻഡ് വെസൽസ്, അത് എന്താ പറയാ, ക്രോക്കറി മാത്രമല്ല ഗ്ലാസിന്റെയും വെസൽസ് ഒക്കെ ഉണ്ട്. പിന്നെ കുറെ എന്താ പറയാ, മെയിൻ ആയിട്ട് ഫാൻസി ഐറ്റംസും ഈ കാർപ്പറ്റ് ഈ വക സാധനങ്ങൾ തന്നെ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ലൈവായിട്ടുള്ള ഒരു ജ്യൂസ് ബാറും കൂടി കാണാം നമുക്ക്. ഇത്രയൊക്കെയുള്ള ഈ പവലിയനിൽ നമുക്ക് അടുത്ത പവലിയനായ പാകിസ്ഥാനിലേക്ക് പോകാം. നമ്മുടെ അയൽവ രാജ്യത്ത് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച് നമുക്ക് നോക്കാം. ഇവിടേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കൂടുതലും കാണുന്നത് ഈ ഡ്രസ് ഐറ്റംസ് തന്നെയാണ്. അതുപോലെ ബാഗുകൾ എന്ന് പറയുമ്പോൾ ലെതറിന്റെ ബാഗുകളും ഉണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ലെതർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ. അപ്പൊ അവിടെ ഒരുപാട് നല്ല നല്ല ബാഗുകളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള പവലിയൻ കണ്ട പോലെ തന്നെ ഉള്ള ഐറ്റംസ് തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇത്രയൊക്കെയുള്ളൂ ഈ പാകിസ്ഥാൻ പവലിയനിൽ. അടുത്തായിട്ട് നമുക്കിനി UAE പവലിയനിലേക്ക് കയറി നോക്കാം എന്താണ് നമുക്ക് വേണ്ടി കാത്തു വെച്ചിരുന്നത്. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഈ സുഗന്ധവ്യഞ്ജനമായ ഐറ്റംസ് ഒക്കെയാണ്. അതുപോലെ കുറെ ഡ്രസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ട് പർദ്ദകളൊക്കെ കാണാം. അതുപോലെ എയർ ടൈറ്റ് ചെയ്ത ഫ്രൂട്ട്സിന്റെ ഓരോ ഐറ്റംസ് ഒക്കെ കാണാം. അതും ഫ്രഷ് ആണ്.
UAE കലാകാരന്മാർ നടത്തുന്ന എന്തോ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. അടിപൊളി. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതേപോലെ തന്നെ വരാറുണ്ട്. ഇതും കഴിഞ്ഞു. ഇത്രയൊക്കെയുള്ള UAE പവലിയനിൽ മെയിനായിട്ട്. ബാക്കിയൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കുന്തിരിക്കും അതുമായി ബന്ധപ്പെട്ട സ്മെല്ലിനും അതേപോലെയുള്ള അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. പിന്നെ എമിറാത്തികളുടെ കുറെ കോസ്റ്റ്യൂം അതുപോലെ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ UAE പവലിയന് പുറത്തേക്ക് വരുമ്പോൾ നമ്മളൊരു സൈബർ സിറ്റി കാണുന്നുണ്ട്. സ്റ്റണ്ട് ഷോ എന്നൊക്കെ എഴുതി വെച്ചാണ്. ഏകദേശം ടൈമൊക്കെ കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. അടുത്തായിട്ട് നമ്മൾ കയറാൻ പോണത് അവസാനത്തെ പവലിയനായ സിറിയയാണ്. സിറിയയിലൊന്ന് കയറി നോക്കാം എന്താ ഉള്ളത്. ഇവിടേക്ക് കയറി ചെല്ലുമ്പോൾ ഡ്രസ്സുകൾ കൂടാണ്ട് കുറെ പെയിന്റിങ്സ് കാണുന്നുണ്ട്. വിൽക്കാനായിട്ടുള്ളുണ്ട്, ലൈവായിട്ട് വരയ്ക്കുന്നുണ്ട്. അതുകൂടാണ്ട് അറബിക്കിൽ ലെറ്റേഴ്സ് കൊണ്ടുള്ള ഓരോ ഷേപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും വിൽക്കാനുള്ളത് തന്നെയാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ മറ്റുള്ള പവലിയിൽ കണ്ട പോലെ തന്നെ ഡ്രസ് ഐറ്റംസും ഫാൻസി ആയിട്ടുള്ള കുറെ ഐറ്റംസും അതുപോലെ അവരുടെ ട്രഡീഷനും കൾച്ചറുമായി ബന്ധപ്പെട്ട ഒരുപാട് ഐറ്റംസ് ആണ് ഇവിടെയും വിൽക്കാനുള്ളത്. അതിൽ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഫാൻസി ആയിട്ടുള്ള ലാംപ്സും അതുപോലെ എന്താ പറയുക, പിന്നെ ജ്യൂസ് അടിക്കുന്ന ഓരോ കൗണ്ടേഴ്സ് ഉണ്ട്. പിന്നെ കോസ്മെറ്റിക്കുമായി ബന്ധപ്പെട്ട ഓരോ ഐറ്റംസ് തന്നെയാണ് ഉള്ളത്. ഇത്രയൊക്കെ ഉള്ളൂ ഈ പവലിയനിൽ. ഇതോടുകൂടി നമ്മുടെ പവലിയൻസ് ഒക്കെ ഏകദേശം ഫിനിഷായി. ഇനി നമുക്ക് ലൈവായിട്ടുള്ള കുറച്ച് പെർഫോമൻസ് കാണാം. ഇതോടുകൂടി ഗ്ലോബൽ വില്ലേജിന്റെ ഈ ടൂറ് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാമെന്ന പ്രതീക്ഷയിൽ. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താം. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി എല്ലാവരും കാണുന്നവരെ എല്ലാവർക്കും ബൈ.